നമസ്കാരം. ഞാൻ ഇടയ്ക്കിട്ട ഒരു വീഡിയോയില് ഒരു രക്ഷിതാവ് കമന്റ് ചെയ്തതായി കണ്ടു. അവരുടെ മകൾക്ക് ഈ ചുമയിൽ നിന്ന് തുടങ്ങി അതിനുശേഷം ചെറിയൊരു വീസിങ്ങും പിന്നീട് ശ്വാസം മുട്ടലിലേക്കും പോയി. കൂടെ തന്നെ അവർ ഇൻഹെയിലർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നായിരുന്നു ആ ഒരു കമന്റിൽ ഉണ്ടായിരുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അലർജിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഇത് സിവിയർ ആയിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന മെഡിസിൻ പ്രോപ്പർ ആണോ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് അലർജി കംപ്ലൈന്റ് കുറയുന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇൻഹേലർ പോലുള്ള മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് സിവിയർ ഫോമിലേക്കും പിന്നെ ഈ മെഡിസിൻ കൂടാതെ അവർക്ക് ഈ അലർജി കംപ്ലൈന്റ് കുറയാത്ത രീതിയിൽ അല്ലെങ്കിൽ ആസ്മ പോലുള്ള കംപ്ലൈന്റ് കുറയാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ അസുഖത്തിന് പ്രോപ്പർ മെഡിക്കേഷൻ എടുത്ത് ഇതിന് വേണ്ട പലതരത്തിലുള്ള രീതിയിൽ ഇത് കുറക്കാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ ഡോക്ടറിൽ നിന്നും കേട്ട് മനസ്സിലാക്കി അതുകൂടെ ഫോളോ ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും മെഡിസിനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും.